ചെറുക്കല്ല അച്ഛൻ കെട്ട കൊടുക്കാൻ പോയിക്കണാവപ്പോ മുറ്റൊക്കെ ആകെ പേരന്ന് നടക്കണ ഇവിടെ ആ ലോകത്തെ പുതിയ താമസക്കാരെന്ന് അറിയുന്നു ആറ്റാണ് പോയി ഇത്ര മുഞ്ചുള്ള പെൺകുട്ടിയോ എന്താ റാമിസിന്റെ അവിടെ പുതിയൊരു പെണ്ണ് നോക്കട്ടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യട്ടോ. എടാ അളിയാ അന്റെ ടൈം ആട്ടോ. എന്ത് ടൈം? അന്റെ അയലോകത്തൊരു കിടിലൻ പെണ്ണ്. ഏതാണത്? എന്റെ അയലോകത്തോ? ആ പുതിയ താമസക്കാര് വരുമെന്ന് പറഞ്ഞേനെ. ഇജ്ജ് കണ്ടോ? ഞാൻ കണ്ടുപോയി. എങ്ങനെയുണ്ട്? കണ്ടോന്നോ? സെറ്റാണ്. ഞാൻ ചായ അടിച്ചിട്ട് ഇപ്പൊ വരാട്ടോ. ഞാനുണ്ട് ചായ അടിച്ചാ. ഇജ്ജ് കൊടുക്കാം. ഞാൻ ചായ അടിച്ചാന് പൊന്നാർ ചങ്ങാഴ്ച എന്റെ പേര് ചെന്ന് ചായ അടിച്ചോ. ഇപ്പൊ എന്റെ പേരും ചായ മതി. ഇവരെ കൊണ്ട് വല്ലാത്തൊരു കുടുക്കൈ. അപ്പൊ അതിനൊന്നല്ല പോണേ. ഇത് പോണെന്ന് എന്തിനാക്കെ അറിയാം. ഇജ്ജോട് പോന്നാ കുറച്ച് നേരത്തെ മിന്നാകുമ്പോൾ അടിച്ചാല് കണ്ടാണപ്പത് കുറുക്കപ്പോ പോയത്. ഇവർക്ക് എന്താ ഒരു 2-3 മണിക്കൂർ ഇത് അടിച്ചേരിയാലേ അല്ല ചങ്ങടെ ചെറുക്ക വരുന്ന മുമ്പ് കാണാൻ കിട്ടൂല പോയി. 2 വാക്ക് സംസാരിച്ചൊന്ന് പരിചയപ്പെടുന്നു പോയി. എന്റെ തന്ത അവിടെ ഉള്ള കാര്യം അനക്ക് നല്ല ഇച്ചന്നെ കാണാൻ പറ്റൂല. ഇജ്ജു ആണെങ്കിൽ പോയി കാണും. ഞാൻ പോവാണ്. ഞാൻ പിന്നെ എപ്പോഴും കണ്ടോണ്ട് പെണ്ണിട്ടം പറഞ്ഞ തന്ത പെണ്ണിട്ടില്ല. എന്നിട്ട് ആഹാ ജെത്തിയോ ഇതൊന്നും ഇവിടെ വന്നാ ഇടുവാ. ഇനി എന്താണാവോ? എന്താ റമീസ ഈ മുറ്റത്തിന്റെ കോൽ നോക്കിയാ ആ നോക്കിയാൽ പുല്ലും കാടും മന്തി. അപ്പൊ എന്താ രാവിലെ നീച്ചു നിനക്കൊന്ന് അടിച്ചേരി എന്താ ഇവിടെ വൃത്തിയാക്കിയാല്? ഈടെ ചെറുക്ക എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ ഒരു പെണ്ണ് കെട്ടാക്കാനുള്ള കാരണം എന്താണ്? അന്നെ ശരിക്ക് നോക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഈ പേരും കൂടി നോക്കേണ്ട ഇജ്ജന്നല്ലേ? ഇത് പിന്നെ ലാഭിച്ചാൻ വേണ്ടിയാണ് അല്ലേ? ഇങ്ങോട്ട് ഇപ്പൊ ആരെ പെണ്ണിട്ടെന്ന് പറഞ്ഞത്? നിങ്ങക്ക് പെണ്ണിട്ടി കൂടെ? പെണ്ണിട്ടി കൂടെയാണോ? കിട്ടൊന്നും വേണ്ടപ്പത് തെരഞ്ഞു കഴിഞ്ഞാൽ മനസ്സും അതൊന്നും നോക്കണ്ട. ഒരു അരക്കിന പഞ്ചാരയും കൊടുന്ന ആ മാമീന്റെ വീട് പോയി കണ്ടേ അവിടെ പറ്റുണ്ടാവും. പോയി വാങ്ങിക്കൊണ്ടിരും. ഇവിടെ തുള്ളി ചായക്ക് ഇവിടെ ചൂടെല്ലാം വെക്കാം. പഞ്ചാരം ഞാൻ ഇതിനിപ്പോ ഒരു പെരന്റെ മാതിരി ആയി കിട്ടണെന്ന് വെച്ചാൽ കുറച്ചൊന്നും നയിപ്പല്ല. ഇവിടെ ഒരു മനുഷ്യൻ ഉണ്ടല്ല, അയാളെ കൈ കൊണ്ട് തൊടൂല. എവിടെ ഈ തന്ത കിടക്കണത്? ഒരു മനുഷ്യന് കൂടി തന്നുകൂടത്. ആ മോളെ വർത്താനങ്ങൾ പുതിയ ആൾക്കാരല്ലേ? ആ പുതിയ ആൾക്കാരാണാക്കാ നിങ്ങള്. ഞാൻ തൊട്ടയലോക്കെ തന്നെയാണേ. നിങ്ങൾ ഇന്നലെ രാത്രി വന്നല്ലേ? ആ ഞാൻ കണ്ടു നിങ്ങളെ. നിങ്ങൾ ഇന്ന് കാണാഞ്ഞേ. പിന്നെ ഇവിടെ ആര് എന്തെന്നെ ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞോളി കേട്ടോ. ഇവിടെ എല്ലാവർക്കും സഹായം ചെയ്ത് ഞാൻ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അത്ര ചൊറുക്കുള്ള പെണ്ണുങ്ങള് ഞങ്ങൾ ഈ മഹല്ലല്ലേ പഞ്ചായത്തിനല്ല. പഠിച്ചോൻ എവിടെയും കോയിക്കോളോ, അത് മൂത്ത കോഴി. പിന്നെ എന്നെ കാണാൻ ചൊറുക്കുണ്ട് എന്ന് ഞങ്ങൾ ആദ്യം നിന്നോടത്ത് എല്ലാവരും പറയലുണ്ട്. പിന്നെ അവിടെ ഇങ്ങളെ പോലെ ചൊറുക്കുള്ള ആരുമില്ല. അതും ഇവിടെ എല്ലാരും പറയലുണ്ട്. ആയിക്കോട്ടെ വരാം. അല്ല റസിയെ, 24 മണിക്കൂർ ഈ മൊബൈലും ഇങ്ങനെ കുത്തി കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ കാറൊന്ന് കഴുകിക്കൂടെ? ഒന്ന് തോത്തേ ചെയ്തൂടെ എനിക്ക്? തന്തക്ക അവിടെ ഒരുത്തരം അവിടെ ഉണ്ടല്ലോ. കോഴിക്കോട് പേടിച്ചിട്ടാ മനുഷ്യ അവിടെ ഇങ്ങോട്ട് പോന്നത്. ഇപ്പൊ കോഴിപ്പാമ്പ് ചെന്ന് പെട്ട മാതിരിയല്ലോ. കേറിപ്പോരി അവർക്ക്. ഇയാളെന്താ പട്ടാളം പുരുഷോ? കണ്ടു ചെയ്ത് കളിച്ചോനെ. ഈ സന്ധ്യ ഇവിടെ ഉണ്ടോ? ഇയാളെ കൊണ്ട് ഒരു തൊഴിലില്ല പൊടച്ചോനെ.
ഇനിയിപ്പോൾ കൂടുതൽ ഊർജ്ജസ്വലനാവണം, ഒന്നുകൂടെ ജാഗ്രത കാണിക്കണം ഈ കോഴിക്കളായിട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് പായേണ്ടി വരും. ആദ്യം പെണ്ണുങ്ങളൊന്ന് പരീക്ഷിക്കണം. എടേ റസിയ, ഞാനേ പോവാട്ടോ, ഞാൻ ഇന്ന് രാത്രി വരുള്ളൂ, ഞാൻ പോണേ. റസിയ, അപ്പൊ ഞാൻ പോട്ടോ. റസിയ, ഞാനേ നാളെ വരുള്ളൂ, ഞാൻ പോട്ടോ. റസിയ, ഞാൻ പോയി, നാളെ വരുള്ളൂ. അപ്പൊ മനസ്സിൽ ഞാൻ ഇവിടെ അല്ലേ നിങ്ങളതിന് അങ്ങോട്ട് നോക്കി പറഞ്ഞത്? അത് ഒരട്ടം പറഞ്ഞാ പോരെ, 40 വട്ടം പറയണ. പറഞ്ഞു കോഴിക്കള് ഇന്ന് പോലെ ഞാനേ ഒരു പണിയുണ്ട്, ഇന്ന് ഞാൻ ഓരോ തുരത്തും. ഇന്നിപ്പൊരു തീരുമാനമാവും, ഒന്നുകിൽ കോഴിക്കള് അല്ലെങ്കിൽ റസിയ. ഇന്ന് ശരി, ഇങ്ങനെ പേരും കൂടി മാറിക്കളി. എന്താ ചെസ് ബോർഡ് അങ്ങനെ മാറ്റി കഴിച്ചാൽ? മീനിനൊക്കെ വില കൂടിയിട്ടേ, അതാണ് ഇതിന് വാസന. ചീഞ്ഞ മീൻ അന്നത്തെ മീനാണാവോ. ഇന്നത്തെ ഒരു തീരുമാനമാക്കണം. വരുന്നുണ്ട്. ഒന്ന് തന്ത ഒത്ത് കയറുള്ള പരിപാടി, ഇൻസൈഡ് ചെയ്തിട്ടൊക്കെ ഉള്ള പേര് പടച്ചിട്ട് ഇന്ന് ഒച്ചകള കേക്കണ. അല്ല ഇക്ക നിങ്ങളല്ലേ മുന്നിൽ കൂടെ പോയിന്, ഇപ്പൊ എങ്ങനെ ഏറാൻ പുറത്തെത്തിയത്? പോയി നിൽക്കുന്ന ഒരു സാധനം എടുക്കാൻ ഞാൻ മറന്നതല്ലേ. അപ്പൊ ഇത് മേത്തുകൂടി മീവെള്ളം മാറില്ല, ഞാൻ സാധനം എന്താ എനിക്ക് മറക്കാൻ പാടില്ലേ? സാധനം എന്താ കൊച്ചം പിടിച്ചാച്ച് പണിയും കോളാക്കി. 5-6 വട്ടം കുളിച്ചിട്ട് മീൻ മണം പോയിട്ടില്ല. എന്തൊരു മീനാത്. ഞാനേ ഒരു മീറ്റിങ്ങിന് പോവാണ്, വൈകുന്നേരം വരുള്ളൂ കേട്ടോ. പക്ഷേ മീറ്റിങ്ങിന് പോവാണ്, വൈകുന്നേരം വരില്ല. നിങ്ങൾ ഇവിടെ പുതിയ താമസക്കാരാണല്ലേ? ഞാൻ ഇവിടെ അടുത്തല്ലാണ്, ഞാൻ ഇവിടെ കേറിയിരിക്കാണ്. എന്താ വർത്താനം? സുഖല്ലേ നിങ്ങക്ക്? സുഖാണടാ. പിന്നെ നിങ്ങളെത്ര സൗന്ദര്യമുള്ള ഒരാള് ഞങ്ങള് ഈ പഞ്ചായത്തിൽ തന്നെ അല്ല. ശരിയാണ്, ഞങ്ങൾ ആദ്യം പാത്തോടത്ത് എൻ്റെ അത്ര ചൊറുക്കുള്ളവർ ആരും ഇല്ലേനും. പിന്നെ അതുമല്ല, എൻ്റെ അത്ര ചെറുപ്പക്കാരായിട്ടുള്ള ചൊറുക്കുള്ള ആരും അടല്ലേനും. അല്ല പിന്നെ ഇജ്ജ് എത്രല്ലേ പഠിക്കണേ? ഞാനേ +2 ഫുൾ A+ ആയിരുന്നു. അതൊക്കെ നിൽക്കട്ടെ, ഇങ്ങോട്ട് ആരോ വരുന്നുണ്ട്. ഉള്ളിക്ക് പോ, അകത്തേക്ക് പോ. ഒരു വഫല് പൂക്കാലും അടുത്തൊന്നുമില്ല. ആ ചങ്ങായും പോയിക്കോണ്ട് പരിചയപ്പെട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കുസ്സലാം. കേറി ഇരിക്കാണ്, അവിടെ ഇരിക്കാണ്. എന്തിപ്പോ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്? ഈ പാന്റും കുപ്പായി കെട്ട്. പാനും കുപ്പായി അവിടെ നിൽക്കട്ടെ. ഞാനേ നിങ്ങളോട് നേരത്തെ പറഞ്ഞൊരു തിരുത്തുണ്ട്, അത് തിരുത്താൻ പോന്ന. എന്ത് തിരുത്ത്? അതെ, നേരത്തെ ഞാൻ പറഞ്ഞ നിങ്ങൾ പഞ്ചായത്തില് ഇങ്ങനത്തെ സുന്ദരി ജാലം പറഞ്ഞ ഞാൻ പഞ്ചായത്തിലല്ല, ഈ മണ്ഡലത്തിൽ തന്നെ അല്ല. അറിയാം അതിനൊരു മാനസികമുണ്ട്. അവിടെ മണ്ഡലത്തിനും ഞാൻ തന്നെ പഠിച്ചോനെ ഇക്കള വരേണ്ടത്. ഇക്കാണ് വരേണ്ടത്.
ഇത് ഇവിടെ ആയി പോയി. എന്താ രഹസ്യ മൂപ്പര് കൊടുക്കാനും എന്താ മൂപ്പരിക്ക് പറയണത്? എന്താ സംഭവം? പിന്നെ കുറെ നേരമായി തന്തി മകനും കൂടി ഭയങ്കര കച്ചറ. അതിൽ പോഞ്ഞു നിൽക്കാണ്ട് ചെക്കൻ്റെ അവിടെ വന്ന് ഒളിച്ചെത്തുക്കും. അതിനെ കിട്ടാത്തതുകൊണ്ടാണ് തന്ത അങ്ങനെ പറഞ്ഞു പോകേണ്ടത്. എടാ ചെക്ക ഇവിടെ വന്നോ, ഇവിടെ വാ. ഇത് ഇവിടെ ആയി പോയി അല്ലെങ്കിൽ കാണേനു പോണത്. നിങ്ങൾ ഇങ്ങോട്ട് പോരി വേ ഇങ്ങോട്ട് കേറി. ഇത് ഇവിടെ ആയിപ്പോയി. ഇത് എവിടെ ആയാലും ഇങ്ങനെ തന്നെ ഉള്ളത്.